ശ്രുതിസ്മൃതിപുരാണാനാലയം കരുണാലയം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. വ്യാസഭഗവാൻ മഹർലോകത്തിലിരുന്നാണ് മഹാഭാരതം എഴുതിയത്. അതുകൊണ്ടാണ് അദ്ദേഹം എല്ലാം പറഞ്ഞവനായി തീർന്നത്. അദ്ദേഹം പറയാത്തതായി ഈ ലോകത്തിൽ യാതൊന്നും ഇല്ലാതായി തീർന്നത് അതുകൊണ്ടാണ്. എടാ, അവിടെ ഇരുന്ന എല്ലാം കാണാമടാ. അദ്ദേഹത്തിന്റെ വാക്യങ്ങളാണ്. അവിടെ ഇരുന്നാൽ എല്ലാം കാണാമടാ. ഞാൻ ഉടനെ തന്നെ അവിടെ നമസ്കരിച്ചു. വ്യാസനെയും നമസ്കരിച്ചു, എൻ്റെ ഗുരുനാഥനെയും നമസ്കരിച്ചു. ആദ്യം ഗുരുനാഥനെ നമസ്കരിച്ചു, പിന്നെ വ്യാസനെ നമസ്കരിച്ചു. വ്യാസനെ കാണിച്ചു തരുന്ന അദ്ദേഹമാണ്. എനിക്ക് സംശയമുണ്ട്, വ്യാസൻ ഭൂമി കൂടി നടന്നയാളാണ്. അദ്ദേഹത്തിന്റെ മക്കളാണ് ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും അതേപോലെ ശുഖബ്രഹ്മർഷിയും ഒക്കെ. അദ്ദേഹം പിന്നെ ബ്രഹ്മർഷിയാണ്. ഇവർ മൂന്നുപേരും അങ്ങനെയല്ല. അപ്പൊ എനിക്ക് സംശയങ്ങളുണ്ട്. പക്ഷെ സ്വാമിജി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും 100% സത്യമായിരിക്കുമെന്ന് എനിക്കറിയാം. സംശയം എൻ്റെ കുറവുണ്ട്. അത് തീർക്കണം. അത് തീർക്കാൻ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. നിനക്ക് എപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിച്ചോ. എല്ലാവരോടും അദ്ദേഹം ഇത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അദ്ദേഹത്തോട് സംശയം തീർക്കാൻ ചോദിക്കാനുള്ള അധികാരം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നിട്ട് ചക്രതീർത്ഥക്കരയിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, വ്യാസഭഗവാൻ ഭൂമിയിലൂടെ നടന്ന ആളാണല്ലോ, അദ്ദേഹത്തിന്റെ മക്കളാണല്ലോ ധൃതരാഷ്ട്രനും പാണ്ഡുവും വിതുരനും അതേപോലെ തന്നെ ശുഖബ്രഹ്മർഷിയും ഒക്കെ. പിന്നെ അദ്ദേഹം മഹർലോകത്തിലാണ് ഇരുന്നതെന്ന് സ്വാമിജി പറഞ്ഞതിൽ എനിക്ക് മനസ്സിലാകായികയുണ്ട്. അപ്പൊ സ്വാമിജി പറഞ്ഞു തന്നു, എല്ലാവരുടെയും സ്ഥൂല ശരീരം ഭൂലോകത്തിലാണ്. പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായ ശരീരം പഞ്ചീകൃത പഞ്ചഭൂത നിർമ്മിതമായിരിക്കുന്ന ഈ സ്ഥൂല ജഗത്തിലാണ്. ബോധമണ്ഡലം എല്ലാവർക്കും ഇവിടെയല്ല. ബോധമണ്ഡലം ഓരോരുത്തരുടെയും തപസ്സിന്റെ ബലമനുസരിച്ചിട്ട്, ഓരോരുത്തരുടെയും അനുഷ്ഠാനങ്ങളുടെ ബലമനുസരിച്ചിട്ട്, സാത്വികമായ അനുഷ്ഠാനങ്ങൾ നിരന്തരം ചെയ്യുന്നവർക്ക് അത് ഭൂർലോകത്തിലോ സ്വർലോകത്തിലോ മഹർലോകത്തിലോ എത്തിച്ചേരും. വ്യാസൻ അവിടെ ഇരുന്നു കൊണ്ടാണ് മഹാഭാരതം എഴുതിയത്. എഴുത്തച്ഛൻ അവിടെ ഇരുന്നു കൊണ്ടാണ് പാടിയത്. അതാണ് അതിന് തുല്യമായ ഒരു കാവ്യം മലയാളത്തിൽ ഉണ്ടാകാത്തത്. സാധ്യമല്ല. ഭാഷയിൽ നമുക്ക് വലിയ മിടുക്കൊക്കെ നേടാം. പക്ഷേ അധ്യാത്മരാമായണത്തിൻ്റെയും മഹാഭാരതത്തിൻ്റെ അടുത്തെത്തില്ല. കാരണം അത് മഹർലോകത്തിൽ നിന്ന് വരുന്നതാണ്. വാൽമീകി അവിടെ ഇരുന്നാണ് എഴുതിയത്. ബോധമണ്ഡലം ഭൂർലോകത്തിലാകാം, സ്വർലോകത്തിലാകാം, മഹർലോകത്തിലാകാം. കഠിന തപസ്സുള്ള ആളുകളാണ് അവിടെ വരെ എത്തിയത്. കാളിദാസൻ സ്വർലോകത്തിൽ ഇരുന്ന് പാടിയ ആളാണ്. അതാണ് അവർ തമ്മിലുള്ള വ്യത്യാസം. വാൽമീകിക്കും കാളിദാസനും തമ്മിലുള്ള വ്യത്യാസം അവിടെ കിടക്കുകയാണ്. ബാക്കി എല്ലാവരെയും ഇങ്ങനെ നോക്കിക്കോണം. വളരെയേറെ ആളുകൾക്ക്, സാത്വികമായി ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ ബോധമണ്ഡലം ഭൂലോകത്തിലാണ്. എല്ലാവരുടെയും ശരീരം ഇവിടെ തന്നെ. പക്ഷേ സാത്വികമായി ജീവിക്കുന്ന ആളുകളുടെ ബോധമണ്ഡലം ഭൂലോകത്തിലുമാണ്. ഇനി സാത്വികമല്ലാതെ രാജസമോ താമസവുമായ ജീവിതം നയിക്കുന്ന ആളുകൾ ഇപ്പോൾ ഈ കലിയുഗത്തിൽ അത് ധാരാളമുണ്ട്. മറ്റുള്ളവരെ ഉപദ്രവിച്ചും മറ്റുള്ളവരെ കൊന്നും ഒക്കെ ഞെളിയുന്ന ആളുകൾ, അവര് അതലത്തിലോ വിതലത്തിലോ സുതലത്തിലോ രസാതലത്തിലോ തലാതലത്തിലോ മഹാതലത്തിലോ പാതാളത്തിലോ അവിടാണ്. അവർ ശരീരം കൊണ്ട് ഇവിടാണ്. പക്ഷെ അവരുടെ ബോധമണ്ഡലം അവിടാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ചിന്തകളെ വരൂ, അതിനനുസരിച്ചുള്ള പ്രവൃത്തികളെ വരൂ, അതിനനുസരിച്ചുള്ളതായ ജീവിതക്രമേ അവരിൽ വരുള്ളൂ. അവർക്ക് വരുന്നത് പതനമാണ്. ഈ രണ്ടു കൂട്ടരെ നമ്മൾ ഇനി തൊട്ടടുത്ത് കാണും. ചില ആളുകളാണെങ്കിൽ സാത്വികമായി. ഭാരതത്തിന്റെ ഭാഗ്യം, ഇവിടെയുള്ള ആളുകളിൽ നല്ലൊരു ശതമാനവും നമ്മുടെ ഋഷി പരമ്പരയുടെ അനുഗ്രഹത്താല്, മുത്തശ്ശിമാരുടെയും കാരണവന്മാരുടെയും അനുഗ്രഹത്താല് ധാർമ്മികമായ മാർഗത്തിലൂടെ പോകുന്നവരാണ്, അനുഷ്ഠാനങ്ങൾ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ ഏറെ ആളുകൾ ഈ
ഓർലോക, സ്വർലോക, മഹർലോകാദികളുണ്ട്. ഇന്നും മഹർലോകത്തിൽ ജീവിക്കുന്ന അനേകം ഋഷിവര്യന്മാരുണ്ട്. എന്റെ ഗുരുനാഥൻ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങൾ വലിയ ധർമ്മസമരത്തിന്റെ മുന്നിൽ നിന്ന് തീ ആളിപ്പടരുന്ന പ്രസംഗം ചെയ്യും. കേട്ടിട്ടുള്ള ആളുകളാണ് ഇവിടെ ഇരിക്കുന്നത്. അതിൽ പലതും യൂട്യൂബിലൊക്കെ കിടപ്പുണ്ട്. തീ ആളിപ്പടരും. പക്ഷേ അദ്ദേഹം പറയുന്ന ആ തീയുടെ ആളിപ്പടരലിന് കാരണമായ വാക്കുകളുണ്ടല്ലോ, എല്ലാം ഉപനിഷത്താണ്. ഒരു ധർമ്മസമരത്തിനകത്തും അദ്ദേഹം ഉപനിഷത്തല്ലാതെ പറഞ്ഞിട്ടില്ല. ശ്രദ്ധിച്ചാൽ ഗുരുവിന്റെ പാദത്തിലിരുന്ന്, ഏതെങ്കിലും ഒരു ഗുരുവിന്റെ പാദത്തിലിരുന്ന് ഒരു പരമ്പരാക്രമം അനുസരിച്ച് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഗുരുക്കന്മാരെ ഭാഗ്യം കൊണ്ട് നമ്മുടെ ഭാരതത്തിൽ അങ്ങ് ആസേത് ഹിമാചലമുണ്ട്. ഏതെങ്കിലും ഒരു ഗുരുവിന്റെ പാദത്തിലിരുന്ന് നാം ഉപനിഷത്ത് പഠിച്ചു കഴിഞ്ഞാൽ സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളുടെ പ്രസംഗം കേൾക്കണം. ആ തീപ്പൊരി ഉപനിഷത്താണ് എന്ന് മനസ്സിലാകും. അതാണ് അവരുടെ എല്ലാം വാക്കുകൾ അവിടെ നിന്നേ വരൂ. സാധാരണക്കാർക്ക് അത് രാഷ്ട്രീയമാണ്, തീപ്പൊരിയാണ് എന്നൊക്കെ തോന്നും. പക്ഷെ സാധനം അതൊന്നുമില്ല. ഇതാണ് അവരുടെ ബോധമണ്ഡലം നിൽക്കുന്നത് അവിടെയാണ്. അതാണ് ഈ ആത്മാവിനെ കാണുകയും കേൾക്കുകയും മനനം ചെയ്യുകയും ചെയ്താൽ ഇതെല്ലാം അറിയപ്പെട്ടതായി തീരും എന്ന് യാജ്ഞവൽക്യൻ തൻ്റെ പത്നിയോട് പറയുന്നത് നമ്മൾ ഇവിടെ ബൃഹദാരണ്യക ഉപനിഷത്തിലെ 2-ാമത്തെ അധ്യായത്തിലെ 4-ാമത് ബ്രാഹ്മണത്തിൽ കേൾക്കും. ഇനി 1-2 കാര്യങ്ങൾ കൂടി ഈ ആത്മാവിനെ ഒന്ന് പരിചയപ്പെടണ്ടേ. ആത്മാവിനെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഋഷിമാർ അനേകം പേരുണ്ട്. വേദമന്ത്രങ്ങളെല്ലാം ആത്മാവിനെ പരിചയപ്പെടുത്തി തരുന്നതാണ്. വേദത്തിലെ ഏതൊരു മന്ത്രം എടുത്ത് അപഗ്രഥിച്ചാലും ബ്രഹ്മജ്ഞാനമാണ് അതിൽ കുടികൊള്ളുന്നത്. ഏതൊരു മന്ത്രവും ദേവതാസ്തുതിപരമാണ് എന്ന് സായിപ്പന്മാര് ധാരാളം പറഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെയുള്ള അക്കാഡമിക പണ്ഡിതന്മാർ പറഞ്ഞ നടപ്പുണ്ട്. ഇവരിലധികം പേരും വേദം കണ്ടിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇവിടെ വന്ന് പഠിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷേ ആ വേദമന്ത്രങ്ങളിൽ ഏതെടുത്ത് അപഗ്രഥിച്ചാലും അതെല്ലാം ബ്രഹ്മവാചിയാണ് എന്ന് നാം മനസ്സിലാക്കിക്കൊള്ളണം. ഒരു മന്ത്രം നേരെ പഠിച്ച് അതിനെ നേരാവണ്ണം കേട്ട് അതിനെ നേരാവണ്ണം മനനം ചെയ്ത് അതിനെ നേരാവണ്ണം ഉപാസിച്ചാൽ നമുക്ക് ആ പരമാത്മാ പ്രത്യക്ഷ അനുഭവം ഉണ്ടായിത്തീരും. എല്ലാ മന്ത്രങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് ഏത് വേണമെങ്കിലും എടുക്കാം, ഒരെണ്ണം മാത്രം. 2-3 ഉപനിഷത്തിൽ അത് വരുന്നുണ്ട്. ശ്വേതാശ്വതരത്തിൽ നിന്ന് എന്നിപ്പോ പറഞ്ഞുകൊണ്ട് ഇത് പറയാണ്. ഈ പറയാൻ പോകുന്ന മന്ത്രം 2-3 ഉപനിഷത്തിലുണ്ട്. വേദാഹവേദം പുരുഷം മഹന്തം ആദിത്യവർണം തപസപരസ്താത് തമേവ വിദിത്വാ അതിമൃത്യുമേതി നാന്യപന്ഥ വിദ്യതേ അയനായ. വേദാഹം, ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ആരറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു? ഏതം മഹാന്തം പുരുഷം, ഈ മഹാത്മാവായിരിക്കുന്ന പുരുഷനെ ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. പ്രപഞ്ചത്തിന്റെ ഉള്ളിലും പുറമേയും നിറഞ്ഞു നിൽക്കുന്നുകൊണ്ടാണ് പുരുഷൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ശരീരത്തിൽ ഉള്ളിലും പുറമേയും നിറഞ്ഞിരിക്കുന്നുകൊണ്ടാണ് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അതിനെ വെച്ചുകൊണ്ട് ക്ഷരപുരുഷനെന്നും അക്ഷരപുരുഷനെന്നും പുരുഷോത്തമനെന്നും ഒക്കെ നമുക്ക് പഠിക്കാൻ വേണ്ട രീതിയിൽ നമ്മുടെ ആചാര്യനായ വാസുദേവ കൃഷ്ണൻ നമുക്ക് ഗീതയിൽ 15-ാം അധ്യായത്തിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള ആ പുരുഷനെ വേദാഹം, ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അത് എങ്ങനെയുള്ളയാളാണ്? ആദിത്യവർണം, സൂര്യനെ പോലെ ശോഭിക്കുന്നയാൾ, സൂര്യന്റെ വർണ്ണത്തോടു കൂടിയ ആൾ. അതേ എവിടാ കുടികൊള്ളുന്നത്? തമസപരസ്താത്, തമസ്സിനും അപ്പുറത്ത്. എന്താ തമസ്? അജ്ഞാനം. ആ അജ്ഞാനത്തിന്റെ മറയ്ക്കും അപ്പുറത്ത് കുടികൊള്ളുന്നതായ ആ മഹാത്മാവായ പുരുഷനെ വേദാഹം, അഹം വേദ, ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് ഈ ലോകത്തിൽ ആർക്ക് വേണമെങ്കിലും അറിയാൻ കഴിയും. ഇതാർക്കും ലഭിക്കാത്ത ഒരു സാധനമല്ല. നമുക്ക് ധൈര്യം തരികയാണ്, നമുക്ക് പ്രയത്നിക്കാനുള്ള ഉത്സാഹം തരികയാണ്. അതാണ് വേദാഹം എന്നതിൻ്റെ പരമമായിരിക്കുന്ന പ്രയോജനം. അതുണ്ട് എന്ന ഉറപ്പും തന്നിരിക്കുകയാണ്.
അത് അറിഞ്ഞു കഴിഞ്ഞാലുള്ള ഗുണം എന്തെന്നറിയോ? തമേവ വിദിത്വ അതിമൃത്യുമേതി. അവനെ അറിഞ്ഞാലാണ് മരണത്തെ അതിലംഘിക്കാനാവുക. അവനെ അറിഞ്ഞാൽ മാത്രമേ മരണത്തെ അതിലംഘിക്കാൻ പറ്റൂ. അവനെ അറിഞ്ഞില്ലെങ്കിൽ മരണത്തെ അതിലംഘിക്കാൻ പറ്റൂല. അവനെ അറിഞ്ഞില്ലെങ്കിൽ എന്താ കുഴപ്പം? എന്താ കുഴപ്പം എന്ന് വെച്ച് കഴിഞ്ഞാല് അജ്ഞാനപൂർണമായ തെറ്റിദ്ധാരണകളുടെ പിടിയിൽ പെട്ട് നാം ഉഴലും. എന്താ അജ്ഞാനം? ഞാൻ ഈ ശരീരമാണ്, അതാണ് ജ്ഞാനങ്ങളിൽ ഒന്ന്. ഞാൻ ഈ സ്ഥൂല ശരീരമാണ്, ഞാൻ ഈ സൂക്ഷ്മ ശരീരമാണ്, ഞാൻ ഈ കാരണ ശരീരമാണ്, ഞാൻ ഈ വാസനകളാണ്. ഇങ്ങനെ അജ്ഞാന ജടിലമായിരിക്കുന്ന ചിന്തകളിൽ പെട്ടിട്ട് നട്ടം തിരിയും. അത് മാത്രമേ ഉള്ളൂ അവനെ അറിഞ്ഞില്ലെങ്കിൽ. പക്ഷെ അവനെ അറിഞ്ഞാലോ, അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള തടസ്സങ്ങളൊന്നും വരില്ല. തമേവ വിദിത്വാതി മൃത്യുമേതി. അവനെ അറിഞ്ഞാൽ മാത്രമാണ് മരണത്തെ അതിലംഘിക്കാനാവുക. ഞാൻ ശരീരമാണ് എന്നുള്ള തെറ്റിദ്ധാരണ ഉള്ളിടത്തോളം കാലം ശരീരത്തിന് രോഗമുണ്ട്, വാർദ്ധക്യമുണ്ട്, മരണമുണ്ട്. ഇതൊക്കെ എൻ്റേതാണെന്ന് ധരിച്ച് വേദനിക്കും, ഭയക്കും, ദുഃഖിക്കും ഒക്കെ ചെയ്യും. മറ്റുള്ളവരെയും വേദനപ്പെടുത്തും. താൻ വേദനിക്കുക മാത്രമല്ല, മറ്റുള്ളവരെയും വേദനപ്പെടുത്തും. അതേപോലെ തന്നെ ഈ ഞാൻ മനസ്സാണ് എന്ന് ധരിച്ചു വെച്ചാലോ, ഞാൻ സൂക്ഷ്മ ശരീരമാണ്. മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ചിത്തം, 5 ജ്ഞാനേന്ദ്രിയങ്ങൾ, 5 കർമ്മേന്ദ്രിയങ്ങൾ, ഇവയെല്ലാം ചേർന്ന 5 പ്രാണന്മാര്, ഇവയെല്ലാം ചേർന്ന സൂക്ഷ്മ ശരീരമാണ് ഞാനെന്ന് കരുതിയാലോ, അവയും മാറ്റങ്ങൾക്ക് വിധേയമാണ്, നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നു, നശ്വരമാണ്. അതിൻ്റെ നശ്വരത നമ്മെ വേദനിപ്പിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ എന്ത് വേണം? ഇതിനെ രണ്ടിനെയും കടന്നിട്ട് ഇതിനപ്പുറത്തെ കാരണശരീരമുണ്ട്, അജ്ഞാനം. അതിനെയും കടന്നിട്ട് അപ്പുറത്ത് ചെല്ലണം. തമസപ്പരസ്താത, അജ്ഞാനത്തിന്റെ അന്ധകാരത്തിനും അപ്പുറത്ത് ചെല്ലണം. അവിടെ ചെന്നാണ് ഞാൻ കണ്ടത് ആദിത്യനെ പോലെ ശോഭിക്കുന്ന ആ പരമാത്മാവിനെ. അവിടെ എത്തിക്കഴിഞ്ഞാലോ കാണാൻ കഴിയും. തമേവ വിദിത്വ അതിമൃത്യുമേതി. അവനെ അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ മരണത്തെ അതിലംഘിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ അന്യപന്ഥ വിദ്യതയനായ മരണത്തിന്റെ പിടിയിൽ നിന്നിട്ട്, ആ ഭയപ്പാടുകളിൽ നിന്നിട്ട് രക്ഷപ്പെടാൻ വേറെ ഒരു മാർഗവുമില്ല. ഇനി എന്തൊക്കെ മാർഗങ്ങൾ അന്വേഷിച്ചാലും നമ്മൾ മരണത്തെ അകറ്റി നിർത്താൻ വേണ്ടിയിട്ട്, മരണത്തെ അതിലംഘിക്കാൻ വേണ്ടിയിട്ട് ധാരാളം ഗവേഷണങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ എങ്ങും എത്തിയിട്ടില്ല, എത്താൻ പറ്റൂല. ബോസോണിനെ വരെ നമ്മൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അതും പാർട്ടിക്കിളാണ്. പാർട്ടിക്കിളായിട്ടുള്ളതെല്ലാം നശ്വരമാണ്, സീമിതമാണ്, നശ്വരമാണ്. അനാദി അനന്തമായി വ്യാപിച്ചു നിൽക്കുന്ന പരമാത്മാവ് മാത്രമേ അനശ്വരമായിട്ടുള്ളൂ. ഏതായാലും അത്തരം പരിശ്രമങ്ങൾ നല്ലത് തന്നെ. ആ പരിശ്രമങ്ങളിൽ കൂടി നമ്മുടെ ഋഷിമാര് പണ്ടുപണ്ടേ കണ്ടെത്തിയ ഈ സത്യത്തിലേക്ക് നമുക്ക് തിരിച്ചു വരാനായി സാധിക്കും.